ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയാലോ. സൺഡേ ആയ കാരണോട് ഞാൻ ഉച്ചയ്ക്ക് നന്നായി തന്നെ കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പം ഉണ്ടായെന്നറിയോ, 3 മണി 3:30 ആയി സമയം. വേഗം എണീറ്റ് മുടിയൊക്കെ കെട്ടി വാരി ഒന്ന് വൃത്തിയായി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ വേണ്ടേ. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ നമ്മുടെ കുഞ്ഞൻ ഭയങ്കര ബിസിയാണ്. വേറൊന്നല്ല കേട്ടോ, കുറച്ച് പ്രോജക്റ്റ് വർക്കും അതുപോലെ തന്നെ നാളെ കുറച്ച് യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക്. രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൾ അവളുടേതായ ബിസിയിലാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിൽ മാതിരി. പോയി നോക്കിയപ്പോൾ എന്താ, വെയിലിന് ഈ കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ, ചൂടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകതരം ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ വായി നോക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്തെന്നറിയോ, നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള തുളസി ചെടി ആകെ ഉഷാറില്ലാതെ നിൽക്കുക. വേറൊന്നല്ല, ഇന്ന് രാവിലെ വെള്ളം ഒഴിക്കണം. ഞാൻ സൺഡേ കാരണം കൊണ്ട് കടന്നുറങ്ങിയിട്ട് എണീക്കാനും വൈകി വെള്ളം ഒഴിക്കാനും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇന്നിവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ട് തോന്നുന്നു. കുറേ പേര് ഇതേപോലെ നല്ല സുന്ദരികളായി ഒരുങ്ങി പോവുക. അങ്ങനെ നിന്നപ്പോഴാണ് ആലോചിച്ചത് ചായ വെക്കണ്ടേ. പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ചായ വെച്ചു. ഇന്ന് ചായക്കടി എന്താണെന്നറിയോ, നല്ല എരിവുള്ള മുളക് ബജി കേട്ടോ. ഈ മുളക് എരിവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ മുളക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും അതുപോലെ തന്നെ മുളക് ബജിയൊക്കെ റെഡിയായി. രാവിലെ മുതൽ പഠിക്കാൻ തുടങ്ങിയത് നമ്മുടെ കുഞ്ഞനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുകൊടുത്തു. എന്താ സന്തോഷമല്ലേ ആ മുഖത്ത് നോക്കിയേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ആ ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ നന്നായി സംസാരിക്കും കേട്ടോ. മിക്കവാറും അവളുടെ ക്ലാസ്സിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാണ് പറയുക. അവൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഓരോ കാര്യങ്ങളായിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. മാത്രമല്ല യൂണിറ്റ് ടെസ്റ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും അവൾ ചോദിക്കാൻ പറഞ്ഞു. അവളതിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ അവൾ എഴുതിയ പ്രൊജക്റ്റും കാര്യങ്ങളും ഇത് വേണോ അത് വേണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഡൗട്ടും കാര്യങ്ങളായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഇന്ന് ഏട്ടന് വർക്കുള്ള കാരണം കൊണ്ട് ഏട്ടനില്ലാത്ത, അല്ലെങ്കിൽ സാധാരണ സൺഡേ ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ ഏട്ടനും കൂടെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടനെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഇന്നെൻ്റെ ചേച്ചി വീട്ടിൽ പോയപ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളുടെ കളിയും ചിരിയും ബഹളൊക്കെ പാടെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവരെന്നൊക്കെ നന്നായി മിസ് ചെയ്തു കേട്ടോ. അതിൻ്റെ പരാതി പറച്ചിലായിരുന്നു. കുറേ കേട്ടതിന് ശേഷം ഞാൻ അവളെ സമാധാനിപ്പിച്ചു. വെക്കേഷൻ ആവട്ടെ, നമുക്ക് നാട്ടിൽ പോയി അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനും അവളൊന്ന് സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടി ഷട്ടിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ ടെറസിലോട്ട് കയറി കേട്ടോ. ഇന്ന് അവൾക്ക് ഒരുപാട് വർക്കുകളുള്ളതുകൊണ്ട് ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഞങ്ങൾ ടെറസിലെത്തിയിട്ട് ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. ഷട്ടിൽ നല്ലൊരു എക്സസൈസും കൂടെ ആണല്ലോ. പിന്നെന്ത് പറയാനാ, നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലും ഇപ്പുറത്തെ ടെറസിലും താഴെ റോഡിൽ കൂടെയൊക്കെ പറക്കാൻ തുടങ്ങി കേട്ടോ. ടയേർഡായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ടെറസിലിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റും. 5:30 ആയപ്പോൾ താഴോട്ട് പോന്നു. ഇനി ഇവിടെ നിന്ന് ഒരുപാട് പണികളുണ്ട്. അടിച്ചു വാരണം, മേല് കഴുകണം, വിളക്ക് വയ്ക്കണം. ആദ്യപടിയായിട്ട് തന്നെ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിട്ടോ. രാവിലെ അടിച്ച് തുടച്ചിട്ടാലും വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ ഈ അടിച്ചു വാരൽ സാധാരണമാണ് കേട്ടോ. അതിനുശേഷം പൂജാ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. രാവിലെ നമ്മൾ വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ചന്ദനത്തിരിയുടെയും സാമ്പ്രാണിയുടെ ഒക്കെ പൊടികളൊക്കെ ഉണ്ടാവും. പൊടികളൊക്കെ ഒന്ന് തൂത്ത് അവിടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കാൻ വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലോ. അങ്ങനെ മേലൊക്കെ കഴുകി ഇനി വിളക്ക് വയ്ക്കണം. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ദിവസത്തിൽ വീട്ടിലുള്ള സമയത്തൊന്നും ഞാനിത് മിസ് ചെയ്യാറില്ല. എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. വേണ്ടാത്ത ഒന്നിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. നല്ല മനസ്സമാധാനവും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയണത്. എല്ലാ ദിവസവും ഇതുപോലെ ഒന്നും ആവില്ലെങ്കിലും ഏറെക്കുറെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇട്ടുണ്ടാവാറ്. അപ്പോൾ ഈ ഒരു ഈവനിങ് വ്ലോഗ് നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.